അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസമായി അല്ലേ നമ്മൾ നല്ല നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ മീനടാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവോലി, ഐക്കോറ, നെയ്മീൻ അല്ലെങ്കിൽ നല്ല അയല വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള മീനടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. നമ്മൾ ഈസി ആയിട്ടുള്ളൊരു മീനട ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അത് മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാവണമെന്നില്ല. എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻസിലൂടെ അറിയിക്കുക. എന്നാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തൻറ്റിക് ആയിട്ടുള്ള മീനട എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം അരി ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു 5-6 മണിക്കൂറെങ്കിലും അരി കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മീൻപത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ അരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറുവ അരി എടുക്കുക, അല്ലെങ്കിൽ മട്ട അരി എടുക്കുക. അപ്പോൾ പകുതി മട്ട അരിയും പകുതി പിന്നെ നമ്മളെ ഇഡ്ഡലി റൈസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്താൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമ്മൾ ഈ അരി കുറച്ച് ചൂടുള്ള വെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത്. തിളച്ച വെള്ളമല്ല, ചൂടുള്ള വെള്ളം. ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന അത്ര ചൂടായാൽ മതി. എന്നിട്ടത് നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ചെമ്മീനൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൽ നന്നായിട്ട് കായം തേച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വൃത്തിയാക്കിയതിന് ശേഷം ഒരു 300 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലൊന്ന് നന്നായിട്ട് കായം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 20-25 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ ആണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത്. ഇതിപ്പം 1 മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ അരിഞ്ഞിട്ടും ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അരിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, നമ്മളെ വലിയ ജീരകമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 2 ഏലക്കായ അതും കൂടി ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ഏലക്കായ പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഗരം മസാലേൻ്റെ ഒരു 1/2 ടീസ്പൂണ് ചേർത്താലും മതി. ഇനി ഇതെല്ലാം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെ തേങ്ങ ഒക്കെ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു മണം എന്നറിയോ? തേങ്ങ വറുത്തിട്ടൊക്കെ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ? സംഭവം എന്തൊക്കെ തന്നെ ആണെങ്കിൽ തേങ്ങ വറുക്കാന്നുള്ള കുറച്ച് പണിയൊക്കെ തന്നെയാണ്. ഈ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം, കുറച്ച് സമയമൊക്കെ എടുക്കും. പക്ഷേ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഒരു ടേസ്റ്റ് ഭയങ്കര തന്നെ. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങ വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഈ ചീനച്ചട്ടിൻ്റെ ചൂടുകൊണ്ട് തേങ്ങ കരിഞ്ഞു പോകും. ഇനി നമുക്ക് മസാല റെഡിയാക്കല്ലേ. അപ്പോൾ ഞാൻ നല്ല അടി കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്ക് ആദ്യം നമ്മൾ കായം തേച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ചെമ്മീനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ തന്നെ അത് കുക്കാവും. ആ സമയം നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. നമ്മൾ അധികം കുക്ക് ചെയ്യുമ്പോഴാണ് ചെമ്മീൻ നല്ല ഹാർഡായിട്ട് പോകുന്നത്. നമ്മൾ ചെമ്മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി. ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പച്ചമുളകൊന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് താളിച്ചെടുക്കുക. പിന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഉള്ളിൻ്റെ കളറൊക്കെ മാറി കിട്ടുന്നതുവരെ നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക.
ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ടൊന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മൾ അരി ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രൈൻഡർ ഉള്ളതുകൊണ്ട് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. പക്ഷേ നമുക്ക് മിക്സിയിലാകുമ്പോൾ അങ്ങനെ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ മിക്സിയിൽ കുറച്ച് ലൂസായിട്ട് തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് അതിൽ പിന്നെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചോറ്റേരിപ്പൊടി ഉണ്ടല്ലോ, അതായത് നമ്മളെ ചോറിൻ്റെ അരി വറുത്ത് പൊടിച്ചിട്ട് കിട്ടും, അതോ അല്ലെങ്കിൽ പച്ചരിൻ്റെ പൊടി വറുത്തിട്ടുള്ളതോ നമുക്ക് ചേർത്തിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കട്ടിയുള്ള ടവലിൽ മാവൊന്ന് ഒഴിച്ച് വെച്ചാൽ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കിട്ടും. ഇനി നമ്മളെ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ മാവൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഉണ്ടല്ലോ, നമ്മുടെ വലിയ ജീരകം, അതൊരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 1 കപ്പ് തേങ്ങ, അതായത് ഒരു മുറി തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നന്നായിട്ട് അരയണമെന്നില്ല, ഇതൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, അതായത് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. നമ്മൾ അരിയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് തേങ്ങയും പെരിഞ്ചീരൊക്കെ ഇങ്ങനെ കടിക്കുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഇതാ നമ്മളെ മാവൊക്കെ കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 11 ഉരുളകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മീൻ പത്തിരിയും ഒന്നുകൊണ്ട് ഒരു മീൻ അടയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ അതാ നമ്മളെ മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അതും ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വാഴൻ്റെ വേണം, പിന്നെ കുറച്ച് ഓയിലും വേണം. ഇനി ഒരു ഇല എടുത്തിട്ട് അതിലൊരു ഉരുള വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. വല്ലാതെ കനം കുറച്ചിട്ട് പരത്തരുത്. അപ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നടു പൊട്ടി പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ പത്തിരീൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വാഴൻ്റെ ഇല ഇല്ലെങ്കിൽ നിങ്ങളൊരു തുണി എടുത്തിട്ട് അതൊന്ന് നനച്ചിട്ട് ഒന്ന് വിരിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ തന്നെ ഉരുള വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴൻ്റെ ഇലയാണ്. ഈ വാഴൻ്റെ ഇലയിലൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ്. ഏകദേശം 1 മാസത്തോളമായിട്ടോ ഇത് ഫ്രിഡ്ജിൽ. ഞാനിത് പേപ്പറിൽ റോൾ ചെയ്തിട്ട് നല്ലോണം കവറിൽ കെട്ടി വെച്ചതിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മസാല കുറച്ച് പരത്തിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഇല ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി അടുത്തൊരു ഇല എടുത്തിട്ടുണ്ട്, ഇതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് വെക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ പരത്തി മസാല വെച്ചിട്ടുള്ള പത്തിരിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മളിനി മേലത്തെ ഇല മാറ്റി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മേലത്തെ ഇലയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ചൂടായിട്ടുള്ള ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കുക്കായതിന് ശേഷം മാത്രം ഇതിൻ്റെ മേലെ അടുത്ത മീൻ പത്തിരി വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് കുക്കാവാൻ കുറേ ടൈം എടുക്കും. ഇനി നമുക്കൊന്ന് അടൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ അട പോലെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ട് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കിയെടുത്താൽ മതി. നമ്മളപ്പോൾ ഒരു 5 മീൻ പത്തിരി ഉണ്ടാക്കി, പിന്നെ ഒരു അട ഉണ്ടാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും മസാല ബാക്കിയുണ്ട്. ഞാനിപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈസി ചെമ്മീനട ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ പോവാണ്, കുറച്ച് അരി കുതിർത്ത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ് അരിയും കൂടി കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് മസാലേൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. നമ്മുടെ മീൻ പത്തിരി കുക്കാവാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. അത് നിങ്ങളെടുക്കുന്ന അരിൻ്റെ വേവിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നടുവിലൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ചെമ്മീൻ പത്തിരി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല ഉഷാറ് റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.